ഇങ്ങനെ ഇരിക്കണ കവറിനെ നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റിയാലോ. കാണുമ്പോൾ പാടായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര സിമ്പിളാണ്. 1-2 സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ അടുത്തായിട്ട് തന്നെ ലീഫിൻ്റെ ഷേപ്പും വരച്ചു വെക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ നടുക്ക് കൂടെ നമ്മൾ ആ ത്രെഡ് എടുത്തിട്ട് ഇത് 5 ഡിവൈഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സംഖ്യ ആയിരിക്കണം, അതായത് 3, 5, 7 അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടൊരു റോസ് കിട്ടുള്ളൂ. എന്നിട്ട് 5 ഡിവൈഡ് ചെയ്തതിന് ശേഷം നടുക്കുന്ന് കുത്തിയെടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിൽ കൂടെ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ താഴെ കൂടെ അങ്ങനെ ഒന്ന് ഇടവിട്ട് നമ്മൾ ഈ ത്രെഡ് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ റോസിന്റെ ഷേപ്പ് വരും. നിങ്ങൾക്കിത് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ വീഡിയോയിൽ കണ്ടാൽ മതി. അതായത് ഒരു ത്രെഡിന്റെ മുകളിൽ കൂടെ ആണെങ്കിൽ മറ്റേ ത്രെഡിന്റെ താഴെ കൂടെ അങ്ങനെ ഓരോന്ന് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ്. പിന്നെ ത്രെഡിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എംബ്രോയിഡറി ത്രെഡ് ഡബിൾ ഷെയ്ഡ് ഉള്ളതാണ്. അതായത് ഒരു ത്രെഡിൽ തന്നെ 2 കളർ ഷെയ്ഡ് വരുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ലൈറ്റ് റോസ് ഒരു ഡാർക്ക് റോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഡബിൾ ഷെയ്ഡ് തന്നെ എടുക്കണം ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് സിംഗിൾ ഷെയ്ഡ് ആണെങ്കിലും എടുക്കും. പിന്നെ ലീഫിന്റെ കാര്യം വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കവറിൽ അത് വിസിബിൾ ആവില്ല. സോ എൻ്റെ കയ്യിൽ ആ ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്ത് ആ ലീഫ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴൊക്കെ ഇതേപോലെ പ്ലെയിൻ ആയിട്ടൊരു കവർ കൊടുക്കാണ്ട് ഇതേപോലെ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എന്തായാലും ചെയ്യാം.